1.5 പതിറ്റാണ്ടായി മുള്ളൻകൊല്ലിയിൽ നിറസാന്നിധ്യമായിരുന്നു അന്തരിച്ച പഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടം. പകരക്കാരനില്ലാതെയാണ് ജോസിന്റെ മടക്കം. ഇന്നലെയാണ് 2ാം വാർഡ് മെമ്പറായ ജോസ് ആത്മഹത്യ ചെയ്തത്. കർഷക കുടുംബാംഗമായ ജോസ് മുള്ളൻകൊല്ലിയുടെയും പെരിക്കല്ലൂരിന്റെയും വികസന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്നു. പെരിക്കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുരോഗതിക്ക് ഏറെ ശ്രമങ്ങൾ നടത്തിയ നേതാവായിരുന്നു അദ്ദേഹം. പെരിക്കല്ലൂരിലേക്ക് കൂടുതൽ KSRTC സർവീസുകൾ, KSRTC ഡിപ്പോ, കടമാൻതോട് പദ്ധതി, ബൈരക്കുപ്പ പാലം തുടങ്ങിയവയും ജോസിന്റെ സ്വപ്നമായിരുന്നു. ബത്തേരി പെരിക്കല്ലൂർ റോഡ് നിർമ്മാണം പെരിക്കല്ലൂരിൽ നിന്ന് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് അടുത്തിടെ ജോസ് നടത്തിയ ശ്രമങ്ങളും നാട്ടുകാർ ഓർക്കുന്നു. ജോസ് നെല്ലേടത്തിന്റെ നിര്യാണം ഈ പ്രദേശവാസികളെയും ഗ്രാമപഞ്ചായത്തിനെയും സംബന്ധിച്ച് വലിയൊരു ആഘാതമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. തികച്ചും ജനകീയനായി നാട്ടിലുള്ള മുഴുവൻ പ്രശ്നങ്ങളിലും ഇടപെടുകയും നാടിൻ്റെ വികസന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധാലുവുമായിട്ടുള്ള ഒരു അംഗത്തെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കുറച്ചു കാലങ്ങളായി അദ്ദേഹം വളരെ ആക്റ്റീവായി ഈ പ്രദേശത്തുള്ള മുഴുവൻ വികസന കാര്യങ്ങളിലും സർക്കാരിലേക്ക് വേണ്ടുന്ന ശ്രദ്ധ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് ഞങ്ങളെ പോലുള്ള പുതിയ മെമ്പർമാരോട് ഒപ്പം നിന്നുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഭരണത്തിലുമെല്ലാം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കും വലിയ ഒരു തീരാനഷ്ടമാണ്. സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് നാട്ടുകാരുടെ വിവിധ ആവശ്യങ്ങൾ ജോസ് നിർവഹിച്ചിരുന്നത്. ഏതാവശ്യത്തിനും സാധാരണക്കാർക്ക് സമീപിക്കാവുന്ന പൊതുപ്രവർത്തകനെയാണ് നാടിന് നഷ്ടമായത്. മരണമൊഴിയെന്ന് കരുതാവുന്ന അദ്ദേഹത്തിന്റെ അവസാന വീഡിയോയിൽ പറയുന്നത് പോലെ വിവിധ ബാങ്കുകളിലായി 1/2 കോടി രൂപയുടെ ബാധ്യതയാണ് ജോസിനുള്ളത്. ബെന്നി മാത്യു, വയനാട് വിഷൻ, പുൽപ്പള്ളി.